إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الناس أوصيكم وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين تبوأوا الدار والإيمان من قبلهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه فأولئك هم المفلحون. സ്നേഹവും ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസികളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൃത്യമായി പാലിച്ച് തഖ്വയോടെ ജീവിക്കാൻ മുഴുവൻ സമയങ്ങളിലും കഴിവിൻ പരമാവധി ശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഒരു വർഷം നമ്മിൽ നിന്നും വിട പറഞ്ഞു. ഇസ്ലാമിക കലണ്ടർ പ്രകാരം ദുൽഹിജ്ജ മാസമാണ് 12ാമത്തെ മാസമായി പരിഗണിക്കുന്നത്. മുഹറം 1ാമത്തെ മാസവും 1446 ഹിജ്റ വർഷം നമ്മിൽ നിന്നും വിട പറയുമ്പോൾ കഴിഞ്ഞ ഒരു വർഷം അല്ലെങ്കിൽ 12 മാസം നമ്മുടെ ഉഖ്റവിയായ ജീവിതത്തിനു വേണ്ടിയുള്ള സമ്പാദ്യങ്ങളും അള്ളാഹുവുമായി കൂടുതൽ അടുക്കാനുള്ള വിശ്വാസവും കർമ്മങ്ങളും എത്രത്തോളം നാം അതിൽ ഉത്സാഹിക്കുകയും അതിനുവേണ്ടി മത്സരിക്കുകയും അതിലെത്രത്തോളം നാം മുന്നേറുകയും ചെയ്തിട്ടുണ്ട് എന്ന ഒരു വിചിന്തനം, ഒരു അവലോകനം നാം എല്ലാവരും നടത്തിയെത്തി. കാരണം നമ്മുടെ ജീവിതം ഈ ഭൂമിയിൽ വളരെ കുറച്ച് സമയങ്ങൾ മാത്രമേ ഉള്ളൂ. ആഖിറവുമായി തട്ടിച്ചു നോക്കുമ്പോൾ വർഷമെന്ന് പോലും പറയാൻ പറ്റാത്ത നിലയിലുള്ള ഒരു അല്പ സമയങ്ങൾ മാത്രം. വമൽ ഹയാത്തുദ് ദുനിയ ഫിൽ ആഖിറതി ഇല്ലാ മതാഅ്. ആഖിറത്തിൻ്റെ ജീവിതവുമായി തുലനം ചെയ്യുമ്പോൾ ദുനിയാവിലെ ജീവിതം എന്നത് ഒരു അല്പസമയത്തെ ഒരു സുഖം മാത്രമാണ് ഇവിടെയുള്ളത്. നാം ഉദ്ദേശിക്കുന്ന 100 അല്ലെങ്കിൽ 70 80 എത്രയെങ്കിലും ആകട്ടെ അള്ളാഹു തീരുമാനിച്ച സമയം. അപ്പോൾ നമ്മുടെ സമയങ്ങൾ വളരെ വേഗത്തിൽ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. ഞാനും നിങ്ങളും എല്ലാവരും ഖബറിലേക്ക്, മരണത്തിലേക്ക്, നമ്മുടെ ഹിസാബിലേക്ക്, കണക്ക് ചോദ്യത്തിലേക്ക് വളരെ വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണ് അടച്ച് തുറക്കുന്ന സമയം മാത്രമേ നമുക്ക് ഒരു ദിവസം എന്നത് ശേഷിക്കുന്നുള്ളൂ. ആയതിനാൽ ഞാൻ എന്നോടും നിങ്ങളോടും എനിക്കുള്ള അപേക്ഷ, വസിയത്ത്, നമ്മുടെ മരണത്തിന് ശേഷമുള്ള ജീവിതമായിരിക്കണം നമ്മുടെ സംസാരവും നമ്മുടെ പ്രവർത്തന മേഖലകൾ എല്ലാം. ഐഹിക ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യമായ കാര്യങ്ങൾ ഇസ്ലാം പഠിപ്പിക്കുന്നത് തന്നെ അത് ആഖിറത്തിലേക്ക് മുതൽക്കൂട്ടായ നിലയിലായിരിക്കണം എന്നാണ്.
ഉദാഹരണം, നാം ഉറങ്ങുന്നത്, നാം ഭക്ഷണം കഴിക്കുന്നത്, നാം വിവാഹം കഴിക്കുന്നത്, നാം യാത്ര ചെയ്യുന്നത്, നാം വസ്ത്രം ധരിക്കുന്നത്, നാം ശൗചാലയത്തിൽ പോകുന്നത്, വരുന്നത് എല്ലാം നമ്മുടെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലേക്കുള്ള അഅ്മാലുകളാക്കി മാറ്റണമെന്നാണ് ഇസ്ലാമിൻ്റെ കർശന നിർദ്ദേശം. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, സഹോദരിമാരെ, വർഷങ്ങളും മാസങ്ങളും ആഴ്ചകളും ദിവസങ്ങളും മണിക്കൂറും മിനിറ്റും സെക്കൻഡും ഒക്കെ കൊഴിഞ്ഞു പോകുന്നത് ഒരു നെടുവീർപ്പോടെ നാം നഷ്ടപ്പെടുത്തി കളയാതെ നമ്മുടെ സമയങ്ങൾ നാം ഉപയോഗപ്പെടുത്തുക. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹിജറ എന്ന് പറയുമ്പോൾ, ഹിജറ വർഷം എന്ന് പറയുമ്പോൾ, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു കലണ്ടർ സിസ്റ്റം ഇസ്ലാമികമായ നിലയിൽ വരുന്നത്. അതിനു മുമ്പൊക്കെ ഏതെങ്കിലും ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ആമുൽ ഫീൽ പോലെയുള്ള അല്ലെങ്കിൽ വേറെ ആ നാട്ടിൽ നടക്കുന്ന ഒരു സംഭവത്തെ ആസ്വദിച്ചുകൊണ്ടാണ് ഇന്ന കാര്യം നടന്നത്, ഇന്ന സംഭവം നടന്നതിന് ഇത്ര നാളുകൾക്ക് ശേഷം എന്നൊക്കെ പറയപ്പെട്ടിരുന്നത്. പക്ഷേ ഒരു സിസ്റ്റം എന്നുള്ള നിലയിൽ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണ സമയത്താണ് ഈ രീതിയിൽ ഒരു കലണ്ടർ രൂപീകൃതമാവുകയും സ്വഹാബ കിറാം റളിയല്ലാഹു അൻഹും അവരെല്ലാവരും അതിനെ ഏകോപിച്ച് തീരുമാനിക്കുകയും ചെയ്തു. ഹിജറയെ തന്നെ ആക്കണോ ഒരു തീയതിക്ക്, അതല്ല നബിയുടെ ജന്മദിനമാക്കണോ ഒരു തീയതിക്ക്, അതല്ല ആമുൽ ഫീലാക്കണോ ഒരു തീയതിക്ക്, ഈ പല ചർച്ചകളെല്ലാം വന്നപ്പോൾ ഈ ചർച്ചയ്ക്കാണ്, അഥവാ ഹിജറയെ മാനദണ്ഡമാക്കി വർഷം കാലങ്ങൾ തീരുമാനിക്കാം എന്ന തീരുമാനത്തിലാണ് അവരെല്ലാവരും ഒത്തത്. ഞാനും നിങ്ങളുമൊക്കെ ഹിജറ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും മനസ്സിലേക്ക് വരുന്നില്ല. കൂടി വന്നാൽ നാം പറയാറുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജറ അഥവാ യാത്ര പോയ സംഭവം, ഇത്രേ നമുക്കറിയും. പക്ഷെ ഹിജറ എന്നത് ഒരു വല്ലാത്തൊരു സംഭവവും സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആനുകൂല്യവും ആയിരുന്നു. ഹിജറ എന്ന വാക്കിൻ്റെ ഭാഷാപരമായി നാം പറയുമ്പോൾ ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ വെടിയുക, അല്ലെങ്കിൽ യാത്ര പോവുക, ഈ നിലയിലാണെങ്കിലും മതപരമായി ശറഈയായി അതിനു വലിയ അർത്ഥങ്ങളുണ്ട്. അള്ളാഹുവിനു വേണ്ടി മുഴുവൻ ഉപേക്ഷിക്കുക എന്നതാണ് അതിൻ്റെ ഒരു അർത്ഥം. വൽ മുഹാജിറു മൻ ഹജറ മാ നഹല്ലാഹ്. മുഹാജിർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാളാണ്, അവൻ അള്ളാഹു ഉപേക്ഷിച്ചതിനെ, നിരോധിച്ചതിനെ മുഴുവനും ഉപേക്ഷിക്കുന്നു. ഇവനാണ് യഥാർത്ഥ മുഹാജിർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബ കിറാമും റളിയല്ലാഹു അൻഹും ഒക്കെ ഈ നിലയിൽ ഹിജറയെ ഉൾക്കൊണ്ടവരായിരുന്നു. അതുകൂടാതെ അവരുടെ ഹിജറയ്ക്കുള്ള പ്രത്യേകത, അവർ ജനിച്ചു വളർന്ന പ്രദേശവും വീടും നാടും കച്ചവടവും സമ്പത്തും ഭാര്യമാരെയും മക്കളെയും എല്ലാം അവർ ഉപേക്ഷിച്ചു ഒരൊറ്റ കാര്യത്തിനു വേണ്ടി, അള്ളാഹുവിന് വേണ്ടി മാത്രം. അതായത് അവൻ്റെ ദീനിൻ്റെ സംരക്ഷണത്തിനു വേണ്ടി മാത്രം. ഒന്നുകൂടി പറഞ്ഞാൽ, വ്യക്തിപരമായി താൻ അള്ളാഹുവിൻ്റെ ദീൻ അനുസരിച്ച് ജീവിക്കേണ്ട ഒരു സാഹചര്യം ഇല്ലാത്ത പ്രദേശത്തു നിന്ന് ഉള്ള പ്രദേശത്തിലേക്കൊരു പറിച്ചു നടൽ, മാറി താമസിക്കൽ, ഒരു ഉപേക്ഷിച്ചു പോക്ക്. ഇതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബ കിറാം റളിയല്ലാഹു അൻഹുവിൻ്റെയും ഒക്കെ ഹിജറ. നമുക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ CAA, NRC
ഇങ്ങനെയുള്ള കുറച്ചു മുമ്പ് വഖഫ്, അതിനു മുമ്പ് മദ്രസ, ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ വന്നപ്പോൾ ഒരു സംഘടനാ വ്യത്യാസമില്ലാതെ, നാട് വ്യത്യാസമില്ലാതെ ഇന്ത്യ മഹാരാജ്യത്തിലെ മുഴുവൻ പേരിൽ അറിയപ്പെടുന്ന മുസ്ലിങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന എല്ലാവരും ഒന്നിക്കുകയും വീടുകളിൽ നിന്നും കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നും പുറത്തു വരികയും ആ അക്രമ നിയമത്തിനെതിരിൽ കഴിയുന്ന നിലയിലെല്ലാം സമരം ചെയ്യുകയും ചെയ്തു. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, രാജ്യത്തിൻ്റെ തലസ്ഥാനങ്ങളിൽ മാസങ്ങളോളം, ദിവസങ്ങളും മാസങ്ങളും രാപകലുകൾ സമരത്തിലായി. രാജ്യത്തിൻ്റെ ഉന്നത നിയമ കോടതികളിൽ അപ്പീലുകളും ഹർജികളുമായി പോയി ലക്ഷക്കണക്കിന് രൂപ അതിനുവേണ്ടി ചെലവഴിച്ചു. എന്തിനു വേണ്ടിയാ? ക്രൂരമായ ഒരു നിയമം ഇവിടെ നടപ്പാക്കി ഇവിടെ ജനിച്ചു വളർന്ന മുസ്ലിങ്ങളെ അധസ്ഥിതരും കൊള്ളരുതാത്തവരും നാട് വിടേണ്ടവരുമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഈ രാജ്യത്തിൻ്റെ നിയമനിർമ്മാണം നടത്തുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ നാം എല്ലാവരും അതിനെതിരിൽ പ്രതികരിച്ചത് നമുക്കറിയാം. അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബ കിറാമും റളിയല്ലാഹു അൻഹും അവരുടെ ദീനിൻ്റെ സംരക്ഷണാർത്ഥം ഈ നിലയിലൊന്നും ചിന്തിക്കാതെ അവർ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. മുമ്പ് പറഞ്ഞതുപോലെ അവരുടെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ ഉപേക്ഷിച്ചു പോകുമ്പോൾ തിരിച്ചൊരു 5-10 വർഷം കഴിഞ്ഞ് മക്കയിലേക്ക് വരും എന്ന് ഇവർക്കാർക്കും അദൃശ്യജ്ഞാനമില്ല. പിന്നീട് അള്ളാഹുവിൻ്റെ ഖുദ്റത്തും സഹായവും കൊണ്ട് തിരിച്ചു വന്നത് ശരിയാണെങ്കിലും പോകുമ്പോൾ ഇവർക്കാർക്കും ഒരു പ്രതീക്ഷയില്ല ഇനി ഞങ്ങളുടെ നാട്ടിലേക്ക് ഞങ്ങൾ തിരിച്ചു വരുമെന്ന്. അങ്ങനെ എന്നേക്കുമായി അവർ നാട് വിട്ട്, കച്ചവടം വിട്ട്, സമ്പത്ത് വിട്ട്, ഭാര്യയെ വിട്ട്, മക്കളെ വിട്ട് പോയ ഒരു ഹിജറയാണ് ഹിജറ. അതോടൊപ്പം അവരുടെ ജീവിതത്തിൻ്റെ ആ സകലം അള്ളാഹു നിരോധിച്ച മുഴുവൻ കാര്യങ്ങളെയും ഉപേക്ഷിച്ച് ജീവിക്കുകയും ചെയ്തു. ഇവരാണ് ഒന്നാം തരം ഒറിജിനൽ മുഹാജിറുകൾ. ഈ മുഹാജിറുകളെ സ്വീകരിക്കാൻ വേണ്ടി അവർ ഹിജറ പോയ യസ്രിബ്, പിന്നീട് മദീനത്തുൻ നബി എന്ന പേരിൽ അറിയപ്പെടുന്ന ആ നാട്ടുകാർ 2 കൈയും നീട്ടി അവർ സ്വീകരിച്ചു എന്ന് മാത്രമല്ല, അവരുടെ സ്വീകരണത്തിൻ്റെ മഹത്വവും വിശാലതയും അല്ലാഹു അൽ ഹശർ അധ്യായത്തിൻ്റെ 9 നമ്മെ പഠിപ്പിക്കുന്നു. വല്ലദീന തബവ്വഉ ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജത്തൻ മിമ്മാ ഊതു വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. വല്ലദീന തബവ്വഉ ദാറ വൽ ഈമാൻ, വിശ്വാസവും വീടുകളും ഒരുക്കി വച്ച ഒരു കൂട്ടർ. ആരാണവർ? അൻസാരികൾ, മദീനക്കാർ. അവർ വിശ്വാസവും ഉറപ്പിച്ചു, വീടും ഒരുക്കി വച്ചു. ആർക്ക് വേണ്ടി വീടൊരുക്കി? തൻ്റെ നാട്ടിലേക്ക് വിശ്വാസ സംരക്ഷണാർത്ഥം എല്ലാം ഉപേക്ഷിച്ചു വരുന്ന മുഹാജിറുകളായ മക്കക്കാർക്ക് വേണ്ടി. യുഹിബ്ബൂന, മദീനക്കാരായ ആ സത്യവിശ്വാസികളായ അൻസാരികൾ ഇഷ്ടപ്പെടുന്നു. മൻ ഹാജറ ഇലൈഹിം, അവരിലേക്ക് ഹിജറ ചെയ്ത് ഉപേക്ഷിച്ചു വരുന്ന മക്കക്കാരായ മുസ്ലിങ്ങളെ, മുഅ്മിനുകളെ. വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജത്തൻ മിമ്മാ ഊതു, അവിടെയാണ് അടിവരയിടേണ്ടത്. വലാ യജിദൂന ഫീ സുദൂരിഹിം, മദീനക്കാരായ അൻസാരികളായ ആ പുണ്യാത്മാക്കളുടെ മനസ്സിൽ, ഹൃദയത്തിൽ അവർക്കില്ല
ഹാജത്തൻ മിമ്മ ഊതു, മക്കക്കാരായ മുഹാജിറുകൾ ഹിജറ ചെയ്ത് ചെല്ലുമ്പോൾ തൻ്റെ വീടിൻ്റെ പകുതി, തൻ്റെ കച്ചവടത്തിൻ്റെ പകുതി, തൻ്റെ സ്ഥലത്തിൻ്റെ പകുതി, തൻ്റെ സ്നേഹം മുഴുവനും, ഒരു വേള പറഞ്ഞാൽ തൻ്റെ 2 ഭാര്യമാരുണ്ടെങ്കിൽ ഒരു ഭാര്യയെ ഉപേക്ഷിച്ച് അവന് വിവാഹം ചെയ്തു കൊടുക്കുന്നതിൽ പോലും അവരുടെ ഹൃദയത്തിനൊരു കുടുസതയും ഇല്ല. അത്ര കണ്ട് വിശാലമായ നിലയിൽ അൻസാരികളായ സ്വഹാബികൾ, മദീന നിവാസികൾ, യഥിരിബ് വാസികൾ വീടൊരുക്കി വച്ചു, വിശ്വാസവും ഒരുക്കി വച്ചു ആ പുണ്യാത്മാക്കൾ. എന്നതിലുപരി വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ, തനിക്ക് ദാരിദ്ര്യവും തനിക്ക് ആവശ്യവും ഉണ്ടെങ്കിൽ പോലും തനിക്ക് ആവശ്യമുള്ളതിനോടൊപ്പം തന്നെ തൻ്റെ കയ്യിലുള്ളത് തൻ്റെ ഹിജറ ചെയ്തു വന്ന സഹോദരന് വേണ്ടി അവർ കൊടുക്കുകയും ചെയ്യുന്നു. അതിന് ഒരു നിലയിലുമുള്ള ഒരു അതൃപ്തിയോ ഒരു വിഷമമോ ഒരു നീരസമോ ഒന്നും അവർക്കില്ല. അള്ളാഹു പുണ്യാത്മാക്കളായ അൻസാരികളെ പറ്റി അള്ളാഹു എടുത്തെടുത്ത് പറയുന്നതാണ്. എന്നിട്ട് തുടർന്ന് അള്ളാഹ് പറയുന്നു, ആര് മനസ്സിൻ്റെ പിശുക്കിനെ സൂക്ഷിച്ചോ അവനാണ് വിജയികൾ. നാം ഒരാൾക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കുന്നു, അല്ലെങ്കിൽ ആ ഒരാളെ സഹായിക്കുന്നു, അല്ലെങ്കിൽ അവന് വേണ്ടി എന്തെങ്കിലും നാം ഒരു കാര്യം മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യുന്നുവെങ്കിൽ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുള്ള വിശാലതയും വിശ്വാസവും ഇഷ്ടവും ആദരവും കൊണ്ടായിരിക്കണം സഹോദരങ്ങളെ നാം ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു അതൃപ്തിയും നീരസവുമൊക്കെ വച്ചുകൊണ്ടാണ് നാം ഇത് ചെയ്യുന്നതെങ്കിൽ പിശുക്കിൻ്റെ കുറേ ഭാഗം നമ്മുടെ ഉള്ളിലുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അവൻ വിജയിച്ചവരല്ല. ഇല്ലാത്ത നിലയിൽ തൻ്റെ സഹോദരന് കൊടുക്കുകയും സഹായിക്കുകയും സമർപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നവനാണ് വിജയികളെന്ന് അള്ളാഹു മക്കയിൽ നിന്നും മുഴുവൻ ഉപേക്ഷിച്ച് വെറും കയ്യാലെ 450 കിലോമീറ്റർ അപ്പുറം അതുവരെ ഒരു പരിചയവും ഇല്ലാത്ത ആ നാട്ടിലേക്ക് ചെന്ന മക്കക്കാരായ മുഹാജിറുകളായ സ്വഹാബികളെ സഹായിക്കാൻ മനസ്സ് പ്രകടിപ്പിച്ച സുമനസ്കരായ അൻസാരികളെ പറ്റി അള്ളാഹു പറഞ്ഞത് ഈ രീതിയിലാണ്. അപ്പോൾ ഹിജറ എന്നത് അള്ളാഹുവിന് വേണ്ടി മുഴുവൻ തൻ്റെ ഇഷ്ടങ്ങളെ ഉപേക്ഷിച്ച് അള്ളാഹുവിന് വേണ്ടി ജീവിക്കുക എന്നതാണ് ഒറ്റ വാക്കിൽ. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ നിലയിൽ ഇവരനുഭവിച്ച ത്യാഗം മുഴുവൻ ഉപേക്ഷിച്ച്, ഒരു പ്രതീക്ഷയും തിരിച്ചു വരുമെന്നില്ലാതെ മുഴുവൻ ഉപേക്ഷിച്ചുകൊണ്ട് ഹിജറ ചെയ്തു പോയവർ. ഇതാണ് ഈ ഹിജറയുമായി നാം പഠനം നടത്തുകയും തട്ടിച്ചു നോക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടെയൊക്കെ അസ്വസ്ഥത നാം അറിയുന്നത്. പൂർവകാല മുസ്ലിങ്ങൾ ഒരുപാട് ത്യാഗം അവർ അനുഭവിച്ചവരാണ്. പ്രത്യേകിച്ച് അവരിലുള്ള ഗതിയില്ലാത്ത, സമ്പത്തില്ലാത്ത, പ്രതാപമില്ലാത്ത അടിമകളായ കുറേ മനുഷ്യർ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവർ ആക്രമിക്കപ്പെടുന്നത് കണ്ട് സഹിക്കവയ്യാതെ അവരോട് പറഞ്ഞു, നിങ്ങൾ യമനിൻ്റെ പ്രദേശത്തുള്ള എത്തോപ്യ ഹബിഷയിലേക്ക് നിങ്ങൾ നാടുവിടുക. അവിടെ നല്ലൊരു മനുഷ്യനുണ്ട്, ക്രിസ്ത്യാനിയാണെങ്കിലും നല്ല മനുഷ്യനാണ്. അദ്ദേഹം നിങ്ങളെ സഹായിക്കും. അദ്ദേഹത്തിൻ്റെ അടുക്കൽ അതിഥിയായി ചെല്ലുന്നവരെ അദ്ദേഹം ആദരിക്കും. നിങ്ങൾക്ക് നല്ല മുസ്ലിങ്ങളായി, മുഅ്മിനുകളായി നിങ്ങളുടെ വിശ്വാസത്തെ സംരക്ഷിച്ച് ജീവിക്കാൻ അവസരം അദ്ദേഹം നൽകും. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അടക്കമുള്ള കുറേ ആളുകൾ, 10-12ഓളം ആളുകൾ അങ്ങോട്ട് യാത്ര പോയി. നാളുകൾക്ക് ശേഷം അവർ കേട്ടു മക്കയിലുള്ള ഖുറൈശികൾ മുസ്ലിങ്ങളായി. സന്തോഷത്താൽ അവർ തിരിച്ചു വന്നപ്പോൾ മനസ്സിലായി ആ വാർത്ത കളവായിരുന്നു എന്ന്. വീണ്ടും ശത്രുതയും ഉപദ്രവവും കൂടി വീണ്ടും നബി പറഞ്ഞു, നിങ്ങൾ എത്തോപ്യയിലേക്ക് തന്നെ പോവുക.
അങ്ങനെ വീണ്ടും നല്ലൊരു സംഘം അങ്ങോട്ട് യാത്രയായി. അവർ നീണ്ട 15 വർഷം ഹബശയിൽ താമസിച്ചു. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജറ ചെന്ന് നുബുവത്തിൻ്റെതല്ല ഹിജറയുടെ 7-ാം വർഷം ഖൈബർ യുദ്ധം നടക്കുമ്പോഴായിരുന്നു മക്കയിൽ നിന്നും എത്തോപ്യയിലേക്ക് മുഴുവൻ സമ്പത്തും ഉപേക്ഷിച്ച് വീടുപേക്ഷിച്ച് പോയ ആ സ്വഹാബികൾ നേരെ തിരിച്ചു വന്നത് പിന്നീട് മദീനയിലേക്കാണ്, മക്കയിലേക്കല്ല. ആ പീഡന പർവ്വതങ്ങൾ കണക്കെ അവരെ ക്രൂരമായി ആക്രമിച്ചു മക്കയിലുള്ള മുശ്രിക്കുകളായ ഖുറൈശികൾ, അവരുടെ ബന്ധുക്കൾ, അവരുടെ സ്വന്തക്കാർ. റസൂലിനെ പോലും സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലും തൻ്റെ പിതാവിൻ്റെ ജ്യേഷ്ഠൻ്റെ സഹായത്തോടെ പിന്തുണയോടെ എത്രയെത്രയോ മർദ്ദനങ്ങളാണ് ആ മഹാപ്രവാചകൻ ഏൽക്കേണ്ടി വന്നത്. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു, സുമയ്യ റളിയല്ലാഹു അൻഹ, അമ്മാർ റളിയല്ലാഹു അൻഹു, യാസിർ റളിയല്ലാഹു അൻഹു, സുഹൈബ് ഇബ്നു സിനാൻ റളിയല്ലാഹു അൻഹു, മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു പോലെയുള്ള പുണ്യാത്മാക്കളെ കെട്ടിയിട്ടും നെഞ്ചിൽ കല്ല് കയറ്റി വച്ചും ക്രൂരമായ നിലയിൽ ചാട്ട കൊണ്ടും ഇരുമ്പിൻ്റെ ചങ്ങല കൊണ്ടും അവരെ പീഡിപ്പിച്ചു. ഒരേ ഒരു കാര്യത്തിനു വേണ്ടി, അവർ മുതലാളിമാർക്ക് തൊഴിലെടുക്കാത്തതിൻ്റെ പേരിലല്ല, അള്ളാഹുവിൻ്റെ ഏകത്വം അംഗീകരിക്കുകയും ഞാൻ എൻ്റെ റബ്ബിനെ മാത്രമേ ആരാധിക്കൂ, അവനോട് മാത്രമേ ഞാൻ ദുആ ചെയ്യൂ, പ്രാർത്ഥിക്കൂ, നേർച്ച നേരൂ, വഴിപാടുകൾ അർപ്പിക്കൂ, അവനിലെ ഞാൻ പ്രതീക്ഷ വെക്കൂ. കഅബയുടെ ഉള്ളിലിരിക്കുന്ന ഇബ്രാഹിം നബിയുടെ പ്രതിമയോടോ ഇസ്മായിൽ നബിയുടെ പ്രതിമയോടോ മറിയം റളിയല്ലാഹു അൻഹയുടെ പ്രതിമയോടോ ലാത്തയും ഉസ്സയും മനാത്തയും വദ്ദും സുവാവും യഊസും യഊക്കും നസ്ര പോലെയുള്ള ഔലിയാക്കന്മാരോടോ ഞാനൊരു ശഫാഅത്തും ചെയ്യില്ല, ഞാൻ അവരോട് തേടില്ല, അവരെ ഞാൻ വണങ്ങില്ല എന്ന ഒറ്റ കാര്യം പറഞ്ഞതിൻ്റെ പേരിലാണ് ഈ പാവപ്പെട്ട മനുഷ്യരെ ക്രൂരമായി അവർ പീഡിപ്പിച്ചത്. അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർക്ക് ഇത്ര കണ്ട് പീഡിപ്പിക്കുന്നതിന് ചെറിയ 1-2 തടസ്സങ്ങളുണ്ടായിരുന്നു. അബൂ താലിബ് മുൻപന്തിയിലുണ്ട്. അപ്പറ പക്ഷത്താണെങ്കിലും തൻ്റെ സഹോദരൻ്റെ മകനെ ഒരു പ്രതിരോധം തീർക്കാൻ അദ്ദേഹം മുൻപന്തിയിൽ നിന്നു. പക്ഷെ നാളുകൾക്ക് ശേഷം അദ്ദേഹം മരണപ്പെട്ടു. നുബുവത്തിൻ്റെ 10-ാം വർഷം. ഉടനെ തന്നെ 1-2 മാസങ്ങൾക്ക് ശേഷം ബീബി ഖദീജയും മരണപ്പെട്ടു. എന്തെങ്കിലും ഒരു പ്രതീക്ഷ വച്ചുകൊണ്ട് ത്വായിഫിൽ ചെന്നു നോക്കാം എന്ന് വിചാരിച്ച് അമ്മാവന്മാരുടെ ഭാഗത്തേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ഇതിലും ക്രൂരമായിരുന്നു. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ നബിയോട് ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, ഉഹദ് യുദ്ധ ദിവസം തങ്ങൾക്ക് പീഡനം ഉണ്ടായല്ലോ, കഷ്ടപ്പാടുണ്ടായല്ലോ, അതിലും വലിയ കഷ്ടപ്പാട് വേറെ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അതേ ത്വായിഫിൽ വച്ച് ഞാൻ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് പ്രതീക്ഷ വച്ചുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. സെയ്ദ് ഇബ്നു ഹാരിഥ റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടിക്കൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോയത്. അവിടെ ചെന്നപ്പോൾ പ്രതീക്ഷയ്ക്ക് വിപരീതമായുള്ള മറുപടിയും അവസാനം കൂക്കുവിളിയും ചന്തക്കുട്ടികളെ കൊണ്ട് കല്ലെറിഞ്ഞ് പ്രവാചകൻ്റെ ശരീരത്തിൽ നിന്നും രക്തം വീണ് ചെരുപ്പ് കാലുമായി ഒട്ടി വിഷമിച്ച പ്രവാചകൻ റബീഅയുടെ 2 മക്കളുടെ മുന്തിരിത്തോട്ടത്തിൽ അല്പം വിശ്രമിക്കാൻ കയറിയിരിക്കുമ്പോൾ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ നാട്ടുകാരൻ ക്രിസ്ത്യാനിയുമായ അദ്ദാസ് കൊണ്ടുവന്ന് കൊടുത്ത ഒരല്പം മുന്തിരിക്കൊല തിന്ന് അത് ബിസ്മില്ല എന്ന് പറഞ്ഞ് തിന്നാൻ തുടങ്ങിയപ്പോൾ അദ്ദാസ് ചോദിച്ചു, നിങ്ങൾ എവിടത്തുകാരനാ? തായിഫിൽ ഇങ്ങനെ ഒരു വാക്ക് ഞാൻ കേട്ടിട്ടില്ലല്ലോ. അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, നീ ഏത് നാട്ടുകാരനാ? ഞാൻ നീനവക്കാരനാണ്, ഇറാഖ് വാസിയാണ്. ഓ, എൻ്റെ സഹോദരൻ മത്തയുടെ മകൻ യൂനുസിൻ്റെ നാട്ടുകാരൻ, അദ്ദേഹം എൻ്റെ സഹോദരനാണ്, അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായ ഒരു പ്രവാചകനാണ് ഞാൻ. ഉടനെ തന്നെ അദ്ദാസ് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അഥവാ ത്വായിഫിൻ്റെ യാത്രയിൽ ഒരേ ഒരു ആളെ മാത്രമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടിയത്. അവിടെ നിന്ന് തിരിച്ചു വരുമ്പോഴാണ് നഖലയിൽ വച്ച് ജിന്നുകളുമായി ഖുർആൻ പാരായണവും സംസാരവും ഉണ്ടായത്. നസീബീൻ പ്രദേശത്ത് ഗോത്രത്തിൽപ്പെട്ട ജിന്നുകൾ
നേതാക്കന്മാരിൽ 7 പേര് വന്ന് പ്രവാചകന്റെ അടുക്കൽ നിന്ന് ഖുർആൻ കേൾക്കുകയും വല്ലൗ ഇലാ ഖൗമിൻ മുൻദിരീൻ, അവരവരുടെ ജനങ്ങളിലേക്ക് തിരിച്ചു ചെന്ന് ഞങ്ങൾ മൂസയ്ക്ക് ശേഷം ഇറങ്ങിയ അത്ഭുതകരമായ ഒരു വേദഗ്രന്ഥം ഞങ്ങൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്തു. ഇന്നാ സമീഅനാ ഖുർആനൻ അജബൻ, അത്ഭുതം നിറഞ്ഞ ഒരു ഗ്രന്ഥം, ഒരു ഖുർആൻ ഞങ്ങൾ വായിച്ചു, ഞങ്ങൾ പഠിച്ചു, ഞങ്ങൾ കേട്ടു എന്ന് പറഞ്ഞുകൊണ്ട് നസീബിൻ പ്രദേശത്തേക്ക് ചെന്ന് ദഅവത്ത് നടത്തിയ ആ ജിന്നുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തായിഫിൽ നിന്നുള്ള തിരിച്ചു വരുമ്പോൾ തായിഫിൽ നിന്നൊന്നും കിട്ടിയില്ല എങ്കിലും ഒരാളെ മാത്രമാണ് കിട്ടിയെങ്കിലും ജിന്നുകൾക്കുള്ള പ്രബോധനം മുഖേന കുറേ ജിന്നുകൾ മുസ്ലിങ്ങളായി. തിരിച്ചു മക്കയിലേക്ക് വന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നബുവത്തിൻ്റെ 10-ാം വർഷം വീണ്ടും പ്രയാസങ്ങൾ അനുഭവിച്ച് ത്യാഗങ്ങൾ സഹിച്ച് 11ഉം 12ഉം വർഷം ജീവിച്ച് 13ാമത്തെ വർഷമാണ് അള്ളാഹുവിൻ്റെ കൽപ്പന വരുന്നത്, നിങ്ങൾ ഹിജ്റ പോയിക്കൊള്ളുക യഥ്രിബിലേക്ക്, മദീനയിലേക്ക്. നിങ്ങളെ സ്വീകരിക്കാൻ കുറേ നല്ല മനുഷ്യന്മാർ അവിടെയുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടി ഹിജ്റ പോവുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, കഥ കേൾക്കാനും കഥ പറയാനും ഒക്കെ രസവും നമുക്കതിന് സൗന്ദര്യവുമൊക്കെ തോന്നുമെങ്കിലും ഈ പുണ്യാത്മാക്കൾ ജീവിച്ച് അനുഭവത്തിൽ കൊണ്ടുവന്ന അവരുടെ കഷ്ടതകളും പ്രയാസങ്ങളും അതിൽ നിന്നും അവർ പിന്തിരിയാതെ അള്ളാഹുവിന് വേണ്ടി അവർ ഉയർത്തെഴുന്നേൽക്കുകയും അവരുടെ ആയുസ് മുഴുവനും അവർ അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുകയും ചെയ്ത ഹിജ്റയായിരിക്കണം പിന്നീട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഹിജ്റ. വേറൊരു നിലയിൽ ഹിജ്റയ്ക്ക് വേണ്ടി നമ്മളെ നിർബന്ധിക്കുന്നു എന്ന അവസ്ഥ കണ്ടപ്പോഴാണ് നാമൊക്കെ റോഡിലൂടെ പ്രകടനവുമായിട്ടും അതുപോലെ കോടതികളിൽ അപേക്ഷകളും ഹർജികളും ഒക്കെ ആയിട്ട് പോയത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. എല്ലാ മുസ്ലിങ്ങളെയും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ നമുക്ക് ഹിജ്റ ഇനിയുള്ളത് ഈ ഹിജ്റയായിരിക്കണം. ഏത് ഹിജ്റ? അള്ളാഹുവിൻ്റെ ദീൻ അനുസരിച്ച് നാം ജീവിക്കണം. അതിനു വേണ്ടി ഏത് വിധത്തിലുള്ള പ്രയാസങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടി വന്നാലും അതെല്ലാം നാം സഹിച്ചുകൊണ്ട് മുന്നോട്ടുള്ള ഗമനമായിരിക്കണം നമ്മുടെ യഥാർത്ഥ ഹിജ്റ. മിക്ക പ്രവാചകന്മാരും ഹിജ്റ ചെയ്തിട്ടുണ്ട്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആദം അലൈഹിസ്സലാത്തു വസ്സലാം തന്നെ ഹിജ്റ ചെയ്താ ഇങ്ങോട്ട് വന്നത്. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ഇവിടുന്ന് ഹിജ്റ ചെയ്താ മുകളിലേക്ക് പോയത്. ഇനിയും ഹിജ്റയായിട്ട് ഇങ്ങോട്ട് വരും. അള്ളാഹുവിന്റെ ഖലീൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്നെ പറഞ്ഞില്ലേ, ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി സയഹ്ദീൻ, റബ്ബിലേക്ക് ഞാൻ പോവുകയാണ്. നമ്മളും ആ നിലയിലുള്ള ഹിജ്റയായിരിക്കണം. നമ്മുടെ റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം ബുഖാരിയുടെ ഹദീസിന്റെ 1-ാമത്തെ ഹദീസ്, അല്ലാഹുവിലേക്കും റസൂലിലേക്കും ഹിജ്റ പോകുന്നോ അത് അല്ലാഹുവിനും റസൂലിനും വേണ്ടി മാത്രമായി പരിഗണിക്കും. പെണ്ണ് കെട്ടാൻ വേണ്ടിയും ദുനിയാവിന് വേണ്ടിയും ആര് ഹിജ്റ പോകുന്നു അവനൊക്കെ ആ പെണ്ണിനെ കെട്ടാൻ പറ്റും, ദുനിയാവ് കിട്ടുകയും ചെയ്യും. പക്ഷേ അതൊന്നും ഹിജ്റയല്ല. ഹിജ്റ എന്നുള്ളത് അള്ളാഹുവിന് വേണ്ടി മാത്രമുള്ളതായിരിക്കണം. എങ്ങനെ? ഏതെല്ലാം കാര്യങ്ങൾ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ടോ അവകൾ പ്രവർത്തിക്കുകയും ഏതെല്ലാം കാര്യങ്ങൾ നമ്മോട് നിരോധിക്കുകയും ഉപേക്ഷിക്കണം എന്ന് പറയുകയും ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഉപേക്ഷിക്കുകയും വർജിക്കുകയും നിരോധിക്കുകയും ചെയ്യുന്ന ഹിജ്റയായിരിക്കണം ഈ 1446, 47, 48 ഒക്കെയുള്ള നമ്മുടെ ഹിജ്റ. ഇങ്ങനെ ഒരു ഹിജ്റയായി, ഒരു മുഹാജിറായി നാം അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ നമുക്ക് അവസരം ലഭിച്ചാൽ ആദ്യ കാലഘട്ടത്തിൽ ഹിജ്റ ചെയ്ത ഈ പുണ്യാത്മാക്കളായ പ്രവാചകന്മാരോടും സ്വഹാബിമാരോടും ഒപ്പം നമുക്കൊക്കെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാ മുസ്ലിങ്ങളെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാ വിധത്തിലുള്ള പ്രതിസന്ധികളിൽ നിന്നും കുപ്രചരണങ്ങളിൽ നിന്നും നമ്മെ എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അൽഹംദുലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദീഹി വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ.
اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الناس أوصيكم وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين هاجروا في سبيل الله في الله من بعد ما ظلموا لنبوئنهم في الدنيا حسنة ولأجر الآخرة أكبر. സ്നേഹം ബഹുമാനം നിറഞ്ഞ വിശ്വാസികളെ വിശ്വാസിനികളെ, അഖില ലോക സംരക്ഷകനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും കൃത്യമായി പാലിച്ച് തഖ്വയോടെ ജീവിക്കാൻ കഴിവിൻ പരമാവധി ശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. വല്ലദീന ഹാജറു ഫില്ല, അള്ളാഹുവിന് വേണ്ടി ഹിജറ പോയ മുഅ്മിനുകൾ വിശ്വാസികൾ, മിൻ ബഅദി മാ ളുലിമു, ആക്രമിക്കപ്പെട്ടതിന് ശേഷം, അക്രമം നേരിടേണ്ടി വരുമ്പോഴാണ് ഹിജറയുടെ ഉത്ഭവം ഉണ്ടാകുന്നത്. അതും ചെറിയ നിലയിലുള്ള അക്രമമല്ല, അക്രമത്തിൻ്റെ പാരമ്യതയിലെത്തി ഒരു നിലയിലും പിടിച്ചു നിൽക്കാൻ വയ്യാത്ത അവസ്ഥ വന്നു. അങ്ങനെ അള്ളാഹുവിന് വേണ്ടി ഹിജറ പോകുന്ന ആളുകൾക്ക് വേണ്ടി ലനുബവ്വിഅന്നഹും ഫിദ്ദുനിയാ ഹസന, അള്ളാഹു അവർക്ക് ദുനിയാവിൽ നന്മകൾ ഒരുക്കി കൊടുക്കുക തന്നെ ചെയ്യും. വലഅജറുൽ ആഖിറത്തി അക്ബർ, ആഖിറത്തിൻ്റെ പ്രതിഫലമാണെങ്കിൽ ഇതിലും എത്രയോ ഉന്നതമാണ്. ഈ നിലയിൽ എത്തിച്ചേർന്നവരായിരുന്നു അവർ. അക്രമത്തിൻ്റെ കൊടുമുടിയിലെത്തി, ജീവിക്കാൻ നിർവാഹമില്ലാതായി, കൊല്ലുന്ന അവസ്ഥ വന്നു, വീട് വളഞ്ഞു. എല്ലാവരും കൂടി തീരുമാനിച്ചു ദാറുൻ നദ്വയിൽ വെച്ച് എല്ലാ ഗോത്രത്തിലെ ആരോഗ്യമുള്ള ആളുകൾ മൂർച്ചയുള്ള വാളുമായി ഇന്ന് രാത്രി വരണം. നുബുവത്തിൻ്റെ 10-ാം വർഷം മക്കയിൽ അവർ തീരുമാനം നടപ്പാക്കാൻ എടുത്ത ഒരു തീരുമാനമാണ്. എല്ലാവരും കൂടി അദ്ദേഹം വീട്ടിൽ നിന്നും പുറത്തു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കഥ കഴിക്കണം. അപ്പോൾ മക്കയിലുള്ള ഹാഷിം അല്ലെങ്കിൽ മറ്റു ഗോത്രക്കാർക്കൊന്നും അവരോട് പ്രതികാരം ചെയ്യാൻ കഴിയില്ല. എല്ലാവരും കൂടി ഒന്നിച്ചാണല്ലോ. എന്തെങ്കിലുമൊക്കെ ദിയ കൊടുത്ത് പാരിതോഷികം കൊടുത്ത് അതിൽ നിന്നും നമുക്ക് ഒഴിവാകാം. അബൂജഹലാണ് ഈ തീരുമാനമെടുത്തത്, ലഅനഹുല്ലാഹ്. പ്രവാചകന്റെ കുടുംബത്തിൽ, മഖ്സൂം കുടുംബത്തിൽപ്പെട്ടയാളാണ്. അതിന് സഹായം ചെയ്തു കൊടുക്കുന്നത് പ്രവാചകന്റെ വാപ്പയുടെ ജ്യേഷ്ഠനാണ്. പ്രവാചകന്റെ കുടുംബക്കാരാണ് മക്കയിലും മക്കയുടെ ചുറ്റുഭാഗത്തുമുള്ള ആളുകളിൽ ബഹുഭൂരിഭാഗവും. എന്നിട്ടും അവർ ഈ തീരുമാനമെടുത്തു. അപ്പം നിർവാഹമില്ലാതെ വന്നപ്പോൾ അവർ നാട് വിടാൻ അള്ളാഹു കൽപ്പിച്ചു. അള്ളാഹു മദീനയിൽ അവർക്കെല്ലാം സൗകര്യം ചെയ്തു കൊടുത്തു. അള്ളാഹു പറഞ്ഞതുപോലെ ഇനി ആഖിറത്തിൽ അവർക്കുള്ള ഉന്നതമായ പ്രതിഫലം എത്രയോ മഹത്വമുള്ളതാണ്. അള്ളാഹു നമ്മെയും അവരെയും അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം അള്ളാഹുവിന് വേണ്ടി ഹിജറ പോകുന്നവരാകണം. എങ്ങനെ ഹിജറ? റസൂൽ പഠിപ്പിച്ചതുപോലെ അള്ളാഹു നിരോധിച്ച മുഴുവൻ കാര്യങ്ങളെയും ഉപേക്ഷിച്ചു കൊണ്ടുള്ള ഹിജറയായിരിക്കണം ഇനി നമുക്കെല്ലാം ഉണ്ടാവേണ്ടത്. അങ്ങനെയാണെങ്കിൽ നാം രക്ഷപ്പെട്ടു. നമ്മുടെ ജീവിതം അള്ളാഹു കബൂലാക്കി. ഇല്ലെങ്കിൽ മുഹറം വരുന്നു, ദുൽഖഅദ വരുന്നു, ദുൽഹജ്ജ് വരുന്നു, സഫർ വരുന്നു, നമുക്കൊരു വ്യത്യാസവും ഇല്ല, ഒരു പകർച്ചയും നമുക്കില്ല. ഇവിടെ ജനിച്ചു വളർന്ന് നമ്മളൊക്കെ ഇങ്ങനെ ജീവിച്ചു, ഈ മരിച്ചു പോകുന്നു എന്നല്ലാതെ അള്ളാഹുവും റസൂലും പഠിപ്പിച്ച ഹിജറയും അള്ളാഹുവും റസൂലും പഠിപ്പിച്ച വിധികളും വിലക്കുകളും അനുസരിക്കാൻ നാം റെഡിയല്ലെങ്കിൽ ഇവിടെ ജീവിച്ച് മരിച്ചു പോകുന്ന മറ്റു പുഴുക്കളെപ്പോലെ, നാൽക്കാലികളെപ്പോലെ അള്ളാഹു നമ്മളെ തള്ളിക്കളയും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പുണ്യങ്ങൾ വാരിക്കൂട്ടാൻ ഏതുപോലെ പട്ടിണിയിലായിരുന്ന, ദാരിദ്ര്യത്തിലായിരുന്ന, വിഷമത്തിലായിരുന്ന, ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത കുറേ സഹാബികൾ ഈ പീഡനങ്ങളും പ്രയാസങ്ങളും എല്ലാം അനുഭവിച്ചിട്ടും അവർ ദീനിനെ മുറുകെ പിടിച്ച് ജീവിച്ചതുപോലെയുള്ള ഒരു ജീവിതമായിരിക്കണം എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും ആഡംബരങ്ങളും ഉള്ള നമ്മുടെ ജീവിതത്തെ മാറ്റിക്കൊണ്ട് നാം അനുവർത്തിക്കേണ്ടത്. അവരിൽ നിന്നും കുറേ ആളുകൾക്ക് സമ്പത്തുള്ളവരായിരുന്നു, അവരിൽ നിന്നും ഒരുപാട് ആളുകൾ നല്ല ആരോഗ്യമുള്ളവരായിരുന്നു. അവരതെല്ലാം ദീനിന് വേണ്ടി ചെലവഴിച്ചു.
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആരായിരുന്നു? വലിയ തുണിക്കച്ചവടക്കാരനായിരുന്നു. അദ്ദേഹം മുഴുവനും അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കൽ പ്രവാചകന്റെ മുമ്പിലേക്ക് വരുമ്പോൾ തീരെ താഴ്ന്ന ഒരു വസ്ത്രം ധരിച്ചാ വന്നത്. ചോദിക്കപ്പെട്ടു എന്താണ് കാരണം? അബൂബക്കർ സിദ്ദീഖിനോടുള്ള അനുഭാവമാണ്. അദ്ദേഹം മുഴുവനും റബ്ബിനു വേണ്ടി കൊടുത്തു. ഒരു കിടമത്സരത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഇന്ന് ഏതെങ്കിലും എൻ്റെ ജീവിതകാലത്തിൽ എപ്പോഴെങ്കിലും ദാനധർമ്മത്തിൻ്റെ വിഷയത്തിൽ മുങ്ങടക്കുമെങ്കിൽ ഇന്നായിരിക്കും. പ്രവാചകൻ്റെ അടുക്കലേക്ക് രണ്ടുപേരും മത്സരിച്ചു കൊണ്ടുവന്നു. പ്രവാചകൻ ചോദിച്ചു അബൂബക്കറിനോട്, എന്തുണ്ട് വീട്ടിൽ ബാക്കി? അല്ലാഹുവുണ്ട്, റസൂലുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമറിൻ്റെയോ? നബിയെ, അത്യാവശ്യം ജീവിക്കാനുള്ള ഇതുപോലത്തെ വേറൊന്നു കൂടിയുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കേട്ട് ഇനി രക്ഷയില്ല, അബൂബക്കറിനെ മുങ്ങടക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. വെറുതെ അല്ല പ്രവാചകൻ പറഞ്ഞത്, ഈ ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യന്മാരുടെ ഈമാൻ ഒരു തട്ടിൽ വച്ചു. ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളുടെ ഈമാനിനപ്പുറമായി ഈ പുണ്യാത്മാവിൻ്റെ ഈമാൻ അവിടെ വേറെ തട്ടിൽ വെച്ചാൽ റജഹ ഈമാനു അബൂബക്കർ, അബൂബക്കറിൻ്റെ ഈമാനാ മുൻപന്തിയിൽ വരികയുള്ളൂ. എൻ്റെ സഹോദരങ്ങളെ, ഈ നല്ല മനുഷ്യരെ തുടരാൻ, ഈ പുണ്യാത്മാക്കളെ അനുഗമിക്കാൻ, ഇവരെങ്ങനെയാണോ ഹിജ്റയെ ആത്മീയമായും ഭൗതികമായും മനസ്സിലാക്കിയത്, ജീവിതത്തിൽ പകർത്തിയത്, അങ്ങനെ ഒന്ന് നന്നാവാനും മാറാനും നമ്മെല്ലാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയും അടുത്ത ശനിയുമായിരിക്കും ഈ വർഷത്തെ പ്രത്യേകമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞ 2 നോമ്പുകൾ, താസുവ, ആശൂറ. ഇന്നലെ ഒന്നായി പരിഗണിക്കുമ്പോൾ ഇനി വ്യത്യാസം വരുമോ ഇല്ലയോ എന്നറിയില്ല. ഈ നിലയിൽ പോകുമ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇന്നലെ 1 ആയിരുന്നു എങ്കിൽ ഇന്ന് 2, ആ നിലയിലാണെങ്കിൽ അടുത്ത വെള്ളി 9, അടുത്ത ശനി 10. ഈ 2 നോമ്പുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. 9 റസൂൽ പിടിച്ചില്ലെങ്കിൽ പിടിക്കും എന്ന് പറയുകയും അതിന് ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. 10 നോമ്പിൻ്റെ പുണ്യം പ്രത്യേകിച്ച് പറയുകയേ വേണ്ട, എല്ലാ പുണ്യാത്മാക്കളും അനുഷ്ഠിച്ച നോമ്പാണ്. അതുകൊണ്ട് ഒരു വർഷത്തിൻ്റെ തുടക്കം ആദരണീയ മാസം, ഒരാദരണീയ മാസം കഴിഞ്ഞു, അടുത്ത ആദരണീയ മാസത്തിലേക്ക് കടന്നു. നോമ്പ് കൊണ്ടും മറ്റു പുണ്യങ്ങൾ കൊണ്ടും ഇതിനെ വാരിക്കൂട്ടാൻ, സമ്പന്നമാക്കാൻ നമുക്കെല്ലാം അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്.